സോ ഇവിടെ എൻ്റെ ഷോട്ട് ആരും എനിക്ക് എടുത്തു തരാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. സോ ഓരോരോ ആൾക്കാരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ അങ്ങ് ദൂരെയാണ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഒരു പൊളി വൈബുണ്ട് തിരക്കില്ലാത്ത സമയത്തൊക്കെ. ഞാനിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. സോ ഇപ്പോൾ സമയം ഏകദേശം 8:20 ആയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് നമുക്കിവിടെ കാണാം. സോ എനിക്കിവിടെ നിന്ന് ഒറ്റൊരു സിഗ്നലേ കിട്ടത്തുള്ളൂ. സോ ഇവിടെ നിന്ന് നേരെ അതായത് തുംകൂർ റോഡ് പിടിച്ചാണ് പോകുന്നത്. അപ്പം ട്രാഫിക് അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ ഒരു സിഗ്നലുണ്ട്. സിഗ്നൽ ഓപ്പണായെന്ന് തോന്നുന്നു. വണ്ടി മൂവ് വന്നു. ഓക്കെ ആയി. പക്ഷെ ഞാൻ അവിടെ എത്തിയത്തേന് വീണ്ടും സിഗ്നൽ വീഴുമോ ഒരു സംശയം. പിന്നെ രാവിലെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം തുറന്നു വെക്കാനുള്ള സാധ്യതയുണ്ട്. മൊത്തം കാറൊക്കെയാണ് സ്ലോ മൂവിങ് ആണ്. ഓക്കെ, എന്തോ ഭയങ്കര രക്ഷപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് വലിയ സീനില്ല. ഇതെന്ത് ഈ മെയിൻ റോഡിൽ ഇങ്ങനെ ആൾക്കാരോ? എന്ത് മാർക്കറ്റാണോ? ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അപ്പുറം സർവീസ് റോഡ് ഉണ്ടെങ്കിലും ബസ് കയറാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ ഇപ്പുറം നിന്നേക്കുന്നു. ഒരു സൈഡ് എന്തായാലും ബ്ലോക്കാണ്. അപ്പോൾ മെയിൻ റോഡായെങ്കിലും ഒന്ന് ഓപ്പണായിട്ട് ഇരുന്നോട്ടെ. ഈ ബസ്സുകാർ കൂടുതൽ എന്ത് ചെയ്യും? സർവീസ് റോഡിലോട്ട് പോകണ്ട്. മെയിൻ റോഡിൽ തന്നെ ഇവർ ബസ് ആൾക്കാരെ കയറ്റുന്നു ഇറക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കാവും. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നത് ബിസ്ലെ ഘാട്ട് എന്ന ഒരു ഘാട്ട് സെക്ഷനിലൂടെയാണ്. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്. 342 കിലോമീറ്റർ, 342 കിലോമീറ്റർ ഉണ്ട് മംഗലാപുരത്തിലോട്ട്. രാവിലെ സമയം ഇപ്പോൾ 9 മണി ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു. ഇനി ഇങ്ങോട്ടുള്ളതും നല്ല റോഡാണ്. ഏകദേശം ഒരു 160 കിലോമീറ്റർ അങ്ങനെ കണ്ട നല്ല റോഡാണ്. പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 120 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് എടുത്താണ് പോകുന്നത്. അപ്പം ആ ഒരു റോഡിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പം 3 മണിയായിട്ടുണ്ട്. അപ്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെ ആയിരുന്നു. വരുന്ന വഴിക്ക് നമുക്ക് മൊത്തം എന്താ പറയുക, ഈ NH75 എന്ന ഡീവിയേഷൻ എടുത്ത് പിന്നെ തകർന്ന വഴിയായിരുന്നു. ഭയങ്കര ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഷൂട്ടൊന്നും ചെയ്യാത്ത. അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഹേമാവതി ഒരു റിസർവെയർ, ഗോറൂർ റിസർവെയർ എന്ന് പറയും. സോ കഴിഞ്ഞിടയ്ക്ക് ഈ ഒരു പള്ളിയുടെ വീഡിയോ ചെയ്തില്ലേ, വെള്ളത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ ഫ്രഞ്ചുകാർ 1960 നിർമ്മിച്ച ആ ഒരു പള്ളി ഈ ഒരു റിസർവെയറിൻ്റെ വെള്ളത്തിൽ, അതായത് ബാക്ക് വാട്ടറിലാണ് മുങ്ങിപ്പോയത്. അവിടെ നിന്ന് 100 കിലോമീറ്ററോളം കഴിഞ്ഞ് ഇപ്പോൾ ബിസ്ലെ എന്നൊരു സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വെസ്റ്റേൺ ഘാട്ട് സെക്ഷനിലെ ആ ഒരു ബിസ്ലെ എന്നൊരു ഘട്ടമുള്ളത്, അതായത് ചുരം. സോ ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ഓക്കെ എന്നുള്ള റോഡാണ് ഇപ്പോൾ ഉള്ളത്. റോഡിൽ മൊത്തം പൊടിമണ്ണും. ഇതൊരു ഓഫ് റോഡ് ട്രാക്കാണല്ലോ. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോവുക ഒരു വഴി അല്ല. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഓഫ് റോഡ് ട്രാക്കുണ്ട്. ഓരോ ഹിൽ സ്റ്റേഷനിലോട്ടുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ സ്വന്തം വണ്ടി എന്തായാലും പറ്റത്തില്ല. ഇവിടെ ലോക്കലായിട്ടുള്ള ജീപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വിളിച്ച് പോകണമെങ്കിൽ നല്ലൊരു ചാർജ് അവർ ചാർജ് ചെയ്യുന്നത്. വളഞ്ഞ് റോഡും കണ്ടില്ല, അധികം വീതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തോന്നുന്നു അധികം വണ്ടികൾ ഇവിടെ ഇല്ലാത്തത്. ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റിയെങ്കിൽ ഭാഗ്യമാണെന്ന് കരുതുന്നു. കാരണം ആ ഒരു ഒറ്റൊരു ഡെസ്റ്റിനേഷൻ വെച്ചാണ് ഞാൻ ഇത്രത്തോളം ദൂരം ഞാൻ വന്നിരിക്കുന്നത്, ഒറ്റൊരു കാര്യം കാണാൻ വേണ്ടി. കാരണം ഇപ്പോൾ സമയം 4:30 ആയ സ്ഥിതിക്ക് നമുക്കിവിടെ വേറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമില്ല. അതാണ് കണ്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വണ്ടി വന്നെങ്കിലായി. ഒരു വണ്ടി പോയി എന്നില്ല. ഇവിടെ കണ്ടാണ് ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ തന്നെയാണ്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഫോറസ്റ്റുകാരുടെ ഒരു ഇതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് പോയേക്കാം. ഒരാൾക്ക് 20 രൂപയാണെന്ന് തോന്നുന്നു. നോക്കാം. ഒരു ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ആരും എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ഒബ്രെ ഓക്കെ, താങ്ക് യു. സോ അവിടെ നിന്ന് ഞാൻ
ടിക്കറ്റ് കളക്ട് ചെയ്ത് 20 രൂപ ഉള്ളൂ ഒരാൾക്ക്. സോ ഞാൻ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ട്, ഒരു ബാഗ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുരങ്ങ് എവിടെയെങ്കിലും പറിച്ചാൽ പിന്നെ സീനാവും, അതാണ്. സോ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, ടോയ്ലറ്റൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം ഇൻ്റർലോക്ക് ഇട്ട ഒരു വഴിയുണ്ട് നടന്ന് പോകാൻ വേണ്ടി ഇങ്ങോട്ട്. ഇവിടെ നിന്നാൽ കുറച്ച് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും, പക്ഷേ ആ ഒരു ഭാഗത്ത് വെയിലടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ കയറി മുകളിലോട്ട് പോയി നോക്കാം. 2 കാറോളം അവിടെ പുറത്തുണ്ടായിരുന്നുള്ളൂ, കാരണം ഈ ഒരു ഭാഗത്ത് തിരക്ക് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. ഓക്കെ, സൂര്യൻ്റെ ആ ഒരു ഷെയ്ഡുണ്ട്. നമുക്ക് മുകളിലും താഴെയായിട്ട് 2 സ്ഥലത്ത് നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർത്താണ് ഇവിടം വരെ വന്നത്. ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫ്രെയിം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്, കണ്ടില്ലേ? എന്തായാലും ആൾക്കാരൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് കുരങ്ങിനൊന്നും കാണാനില്ല. സോ ഇവിടെ നമുക്ക് നിൽക്കുന്ന നേരത്ത് ഏകദേശം 4 വ്യൂ പോയിൻ്റ്, അതായത് 4 മലകൾ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുഷ്പഗിരി ബെട്ടയും ദൊഡ്ഡബെട്ടയും, അങ്ങനെ 4 സ്ഥലങ്ങളുണ്ട്. സോ ശരിക്കുള്ള വ്യൂ പോയിൻ്റ് ഏറ്റവും മുകളിലാണുള്ളത്. ഏകദേശം 3 തട്ടായിട്ട് നമുക്ക് അതായത് നിന്ന് കാണാൻ പറ്റിയ ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ്. അങ്ങ് ദൂരെ കണ്ടില്ല, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു മലയുടെ മുകളിൽ. സോ താഴെ നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. സോ അങ്ങോട്ടാണ് സൂര്യൻ എന്താ പറയുക ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. ആ ഒരു മലനിരകളുടെ ഭാഗം കുറച്ച് എന്താ പറയുക ബ്ലറാണ് ആ ഒരു വിഷൻ. സോ താഴോട്ട് നമുക്ക് കാണാൻ കുറച്ച് കാടിൻ്റെ പ്രദേശം. എനിക്ക് തോന്നുന്നു ആ ഒരു പുഴയൊക്കെ ഒഴുകുന്നതുകൊണ്ടായിരിക്കും ആ ഒരു പ്ലെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴോട്ട് പിന്നെ ഇങ്ങോട്ട് കൊക്കയാണ് കാണാൻ സാധിക്കുന്നത്, അത്യാവശ്യം നല്ല കുഴിയുണ്ട്. സോ ഇങ്ങോട്ടൊക്കെ കുറച്ച് ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, പിന്നെ വലിയ കുഴപ്പമില്ല. സോ ഇതിൽ ഇത്രത്തോളം മലനിരകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, പക്ഷേ ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു മലയുടെ ഇവിടെയായിട്ട് നമുക്ക് കുമാരപർവ്വതയും അതുപോലെ പുഷ്പഗിരി ബെട്ടയും ദൊഡ്ഡബെട്ടയും പിന്നെ പട്ടബെട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മലയുണ്ട് ഇതിന് മുകളിൽ. പക്ഷേ ഏതൊക്കെ പോയിൻ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് അങ്ങ് ദൂരെ കാണുന്ന മലയില്ലേ, അതാണ് കുറച്ചും കൂടെ ഹൈറ്റിലുള്ളത്, ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ആ ഒരു മലയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. വലിയ രീതിയിൽ ക്രൗഡൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ എന്തായാലും 100% വർത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചുരത്തിൽ വേറെ വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ നമുക്ക് സാധ്യത കുറവാന്ന് തോന്നുന്നു. അതായിരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 20 രൂപയോളാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ അത് തീർച്ചയായും അത് 100% വർത്താണ് എനിക്ക് തോന്നുന്നുണ്ട്. സോ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്, അതാണ് കുറച്ച് ബുദ്ധിമുട്ടാവുന്നത്. അതർവൈസ് ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നല്ല തണുത്ത കാറ്റ് താഴെ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പം ഹെൽമെറ്റ് ഇട്ടൊക്കെയാണ്, അറിയാതെ എവിടെ വീണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഇരുന്നോട്ടെ. അങ്ങനെ നല്ല അവിടെ വെക്കാൻ സ്പേസ് ഇല്ല, വണ്ടിയിൽ വെക്കാൻ സ്പേസ് ഇല്ല. പിന്നെ കുരങ്ങ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതാണ്. പിന്നെ വലിയ രീതിയിൽ ക്രൗഡില്ല, അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തുള്ളൂ ഇപ്പം നിലവിലും. ഇപ്പോൾ ഈവനിങ് സമയം ആയിട്ട് പോലും. സോ ഇങ്ങോട്ടുള്ള പുല്ലൊക്കെ നമുക്ക് താഴെ കാണാൻ സാധിക്കും, മൊത്തം ഉണങ്ങിക്കിടക്കുവാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ അറിയാണ്ട് സിഗരറ്റ് വലിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ഒരു തീപ്പൊരി പോയി വീണാൽ മതി, മൊത്തത്തിൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. നമ്മൾ തന്നെയല്ല, നമ്മുടെ പ്രകൃതിനെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. സോ എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇരുന്ന് സൂര്യാസ്തമം കാണാൻ സാധിക്കുന്നില്ല, ഇങ്ങോട്ടൊക്കെ മൊത്തം കാടാണല്ലോ. സോ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാർ ഇവിടെ ഇരുന്നിരിക്കുന്ന കാണാം. സോ ഈ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്നും കാണാം, താഴെ ഇറങ്ങി നിന്ന് കാണാം. ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തിരക്കില്ല, കുറച്ച് ആൾക്കാർ വന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിലും വലിയ തിരക്കില്ല. ചിലപ്പം ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡായതുകൊണ്ടാണോ, പിന്നെ റോഡിന് ഒന്നാമത് വീതിയും കുറവാണ്, അങ്ങനെ വലിയ രീതിയിൽ ക്രൗഡ് ഈ ഒരു ഭാഗത്തില്ല. സോ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് എന്തായാലും സൺസെറ്റ് എന്തായാലും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കില്ല, കാരണം എന്താ പറയുക ആ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ വട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് താഴെ ഇറങ്ങിയിട്ടും ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും, അതായത് തിരക്കുള്ള സമയത്ത്. സോ നോർമൽ വീക്ക് ഡേയ്സിൽ വരുവാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ ക്രൗഡായിരിക്കും.
ആൾക്കാർ ഒഴിഞ്ഞ ഒരു സ്പേസ് നമുക്കുണ്ടാവില്ല. സോ മുകളിൽ ഇരിപ്പിടങ്ങളുണ്ട്, കുറച്ച് താഴെയും കുറച്ച് ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാം. സോ ഇവിടെ അടുത്ത ഒരു വ്യൂ പോയിൻ്റാണ്, കുറച്ച് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പോയിൻ്റാണ്. ബ്യൂട്ടിഫുൾ. ഇവിടെ നമുക്ക് കച്ചറ അവിടെ ഇവിടെയൊക്കെ കാണാം, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇട്ടേക്കണേ. ഞാൻ നേരത്തെ മുകളിൽ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഏകദേശം കുറച്ചും കൂടി ബെറ്റർ മുകളിൽ നിൽക്കുന്ന നേരത്താണ് നല്ലൊരു വ്യൂ നമുക്ക് കാണുന്നത്. സൂര്യൻ അങ്ങ് കണ്ടില്ല, അവിടെയാണ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്ററുള്ള ഭാഗം എന്ന് പറയുന്നിടത്ത് ഈ ഒരു മലയാണ്. സോ അങ്ങ് ദൂരെ മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ ലാൻഡ് സ്ലൈഡ് ആയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് ഇവിടെ മൊത്തം കോടമഞ്ഞൊക്കെ കയറി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്രെയിം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ 2-3 ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു മഴക്കാലത്തിൽ. അങ്ങോട്ടൊക്കെ ഒരു പാറക്കെട്ട് പോലെയാണ് കണ്ടില്ല, അതിന് മുകളിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. പുക കാണാം, നമുക്ക് ചെറുതായിട്ട് പോകുന്ന കാണാം നമുക്ക് അതിൻ്റെ മുകളിൽ. സോ എന്തായാലും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. സോ ഇതുപോലെ ഒരുപാട് വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഈ കർണാടക ഗവൺമെൻറ്റിനും. അങ്ങനെയല്ല, 20 രൂപ വെച്ചാണ് കളക്ട് ചെയ്യുന്നത്. ഒരു ദിവസം 10-100ഓളം പേര് വന്നെങ്കിൽ അവിടെ ആയില്ലേ. വീക്കെൻഡിൽ നല്ല രീതിയിൽ വീണ്ടും തിരക്കായിരിക്കും. സോ ഇതുപോലെ ഒരുപാട് എന്താ പറയുക, ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് അതിലൂടെ കാശാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതാണ്, നമുക്കവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ചേ ഉള്ളൂ, ഏകദേശം ഒരു 200 മീറ്റർ പോലും ഇല്ലാന്ന് തോന്നുന്നു നടന്നു വരാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, ഈ സ്ഥലത്തിനോട് ഇവിടെ പറഞ്ഞ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് വീക്കെൻഡിൽ വരെ നേരത്തെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കുറച്ച് കുറവായിരിക്കും. റോഡ് വീണ്ടും കച്ചറയാണ് കണ്ടില്ലേ. ആകെ ഒരു KSRTC വണ്ടി കണ്ടു, സുബ്രഹ്മണ്യ ബംഗളൂരു. ഒരു ബസ്സിന് എന്താ പറയുക, പോകാനുള്ള വഴിയേ ഇവിടെ ഉള്ളൂ. ഈ റോഡിൻ്റെ വീതി അത്രത്തോളം ഉള്ളൂ. സൂര്യൻ അങ്ങ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുമോ എന്താണെന്നറിയില്ല. ഇവിടെ കുറച്ച് ആളുകൾ നിന്നൊക്കെ കണ്ടില്ലേ. ആകെ ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഏകദേശം നേരത്തെ ഇന്ന ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു സൈഡാണ്. ഞാനൊന്ന് ഇറങ്ങി കാണിച്ചു തരാം. നല്ല രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട്, അതാണ്. ഈ റോഡ് ഇറങ്ങി താഴെ ഇങ്ങനെയാണ് പോകുന്നത്, റൗണ്ട് അടിച്ച്. ഓക്കെ, നമുക്കിവിടെ താഴെ റോഡ് കാണാം, കണ്ടില്ലേ. സോ അടിപൊളി ഫ്രെയിം ആട്ടോ. ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷോട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്ത് വണ്ടികളുടെ എണ്ണം കുറവാണ്, കണ്ടില്ലേ. എന്ത് നല്ല ഫ്രെയിമാണ്, പൊളി. ഇതിൻ്റെ മുകളിൽ നിന്നാണ്ട് ഞാൻ ഷോട്ട് എടുത്തത്. കൊള്ളാം. ഈ ലെഫ്റ്റിലുള്ള അത്രയും ഹൈറ്റുള്ള ആ ഒരു മലയാണ് കാണാൻ നല്ല ഭംഗി. ആനയൊക്കെ ഉണ്ടല്ലേ, ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതായിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ഒരുപാട് പാലങ്ങളുണ്ടല്ലോ. ഇതാന്ന് തോന്നുന്നു അടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ പുഴ നിന്ന് കാണാൻ വേണ്ടി. കൊള്ളാം, നല്ല പഴയ ബ്രിഡ്ജ്. കൊള്ളാം, അടിപൊളി. വെള്ളം അത്യാവശ്യമുണ്ട്, കണ്ടില്ലേ. എവറേജ് ഒരു വെള്ളം നമുക്ക് കാണാം. മഴക്കാലത്തൊക്കെ നല്ല കുത്തി ഒലിച്ചൊഴുകുന്നുണ്ടാവും, നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. റൈറ്റ് സൈഡും അതേപോലെ തന്നെ ചെറിയൊരു പാലമാണ്, പഴയ പാലമാണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പാലമുണ്ട് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പിന്നെ കൈവേരിക്കൊക്കെ വലിയ രീതിയിലുള്ള ഹൈറ്റും ഇല്ല, കണ്ടില്ലേ. സോ ഇവിടെയൊക്കെ ഇറങ്ങി നല്ല ക്യാമ്പും നല്ല എന്താ പറയുക, ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണം, ഒരു ടെൻ്റ് അടിച്ചിട്ടൊക്കെ വേറെ ലെവലായിരിക്കും.
പക്ഷേ 4 സ്റ്റാർ കണ്ടെങ്കിൽ നമ്മൾ ഒരു ലെവലിലോട്ട് പോവും. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ. ഓ താഴെ എത്തിയോ? ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, ഇത് ഒരു ക്ഷേത്രമാണ്, ചാമുണ്ടേശ്വരി അമ്മനവർ ദേവസ്ഥാനം. റോഡ് സൈഡിലുള്ള തന്നെ ഫോറസ്റ്റുകാരുടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പൊടിമണ്ണാണ്, വർക്കിംഗ് ഇൻ പ്രോഗ്രസ്. ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴികൾ കുഴികൾ കുഴി 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 അടിപൊളി. പൊടിമണ്ണ് കണ്ടില്ലേ എൻ്റെ പൊന്നോ. വർക്കിംഗ് ഇൻ പ്രോഗ്രസ് തന്നെ. ഒരു JCB. ഞാനൊന്ന് പോകട്ടെ, അത് മാറ്റിക്കൂ. ഓക്കെ, താങ്ക് യു. ഈ ചുറ്റും ലെഫ്റ്റും റൈറ്റും മൊത്തം പാറക്കല്ലാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ബുദ്ധിമുട്ട് JCBക്കൊക്കെ. കല്ലൊക്കെ റോഡിൻ്റെ സൈഡിൽ ഇട്ടേക്കുന്നു. ചേട്ടാ മെല്ലെ പൊക്കോളൂ, മുമ്പിൽ റോഡില്ല. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്തോളൂ. ഹായ്. പോകலாம். ഇവിടെ CC ക്യാമറാസൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മൊത്തം ക്യാമറയും പരിപാടികളൊക്കെ ആയിരിക്കും. സോ ഈ ഒരു വഴിയാണ് ശരിക്കും ബിസ്ലൈ എന്ന് പറഞ്ഞ സ്ഥലമാണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡ് ചിലപ്പം സുബ്രഹ്മണ്യത്തിന് പോകുന്നതായിരിക്കും. മംഗലാപുരം ബാംഗ്ലൂർ 280 കിലോമീറ്റർ, മംഗലാപുരം ഇവിടുന്ന് 100 കിലോമീറ്റർ. ഇപ്പോൾ ഒരു പാലത്തിലാണ്. ചുറ്റും മലയാണല്ലോ, ഇന്ന് ദൂരെ നമുക്ക് മലനിരകൾ കാണാം. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ എക്സിറ്റ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, അതായത് എക്സിറ്റ് ചെയ്ത റോഡ് NH75, അതിലോട്ട് ഏകദേശം കയറാൻ വേണ്ടി പോവാണ്. ഇനി ഒരു 500 മീറ്ററും കൂടെ ഉള്ളൂ ആ ഒരു മെയിൻ റോഡിലോട്ട്. ഓക്കെ, ഏകദേശം എത്തി എന്നാണ് തോന്നുന്നത്. ഇത് ഗുണ്ടിയ എന്നൊരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത്.